ഹലോ കൂട്ടുകാരെ, ഇന്ന് ഫുൾ മൂൺ ആണ്. ഒരു ക്വിക്ക് എനർജി അപ്ഡേറ്റ് ആണിത്. കറണ്ട് എനർജിയാണ് കളക്റ്റീവായിട്ടുള്ളത്. ആദ്യം പുതിയതായിട്ട് ഈ ജേർണിയിലേക്ക് വന്ന ഫെമിനൈൻ എനർജീസിൻ്റെ കാര്യം. അതായത് അവർ ഈ ജേർണിയെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയൊരു ജേർണി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവരുടെ ട്വിൻ ഫ്ലെയിം ആണോ എന്നൊക്കെ ഈ ഡൗട്ടിൻ്റെ എനർജിയിൽ നിൽക്കുന്ന ഇവർക്ക് ഇനി ഇന്നർ വർക്കൊക്കെ കുറച്ച് നാൾ പതുക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് കൊണ്ട് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നവർ, അവരെക്കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ഷാഡോ സൈഡ് സർഫേസിൽ വരുന്ന ഒരു സമയമാണ്. ആക്ച്വലി ഇത് കഴിഞ്ഞ ഫെബ്രുവരി 2 തൊട്ട്, അതായത് 2-2 പോർട്ടൽ തൊട്ട് എനർജീസ് ഹെവിയാണ്. അപ്പം തൊട്ട് ഉള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺസിൻ്റെ ഒരു പീക്ക് സ്റ്റേജിൽ വരുന്ന ഒരു സമയമാണിപ്പോൾ ഫുൾ മൂൺ. ഇന്ന് തൊട്ട് പിന്നെയും 3-3 പോർട്ടൽ വരെ ഈ എനർജീസ് കാണും. നമ്മളുടെ കോസ്മിക് എനർജീസ് ഉള്ള ഒരു വ്യത്യാസം കൊണ്ടും കൂടെയാണ് ഇതൊക്കെയും നടക്കുന്നത്. അപ്പോൾ ആ ഡാർക്കസ്റ്റ് ഡിസൈർസ് അല്ലെങ്കിൽ ആ ഒരു ഷാഡോ സൈഡ് പലപ്പോഴും കിട്ടിയിട്ടുള്ള ഒരു ഇൻസൾട്ട്, ഇതൊക്കെയും അതായത് അവരുടെ ലൈഫ് ടൈമിൽ ഇതുവരെ ഉള്ള കാര്യങ്ങളിൽ ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യുകയും അതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു പേർജിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണലായിട്ടൊരു ഭയങ്കരമായിട്ടൊരു ഡൗണിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് ഹെവി ആയിരിക്കും ഇവരുടെ. മാരീഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ, അതായത് ഒരു കാർമിക് റിലേഷനിൽ മാരീഡ് ആയിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ അവരുടെ കാർമിക്സിൽ നിന്നും ഇവർക്ക് ട്രിഗേഴ്സ് പലതരത്തിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് ആ മാരീഡ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ആ ഫാമിലിക്ക് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഗിൽട്ട് എനർജിയിലേക്കും ഈ ഫെമിനൈൻ എനർജീസ് പോകുന്നു. സോ ഇവിടെ ചെയ്യേണ്ടത് ഈ എനർജീനെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷനെ റിലീസ് ചെയ്യുകയാണ് വേണ്ടത്. ഗ്രൗണ്ടിങ് നല്ലതാണ് ഇങ്ങനെയുള്ള ഫെമിനൈൻ എനർജീസിന്. അടുത്തതായിട്ട് 40-50% വരെ ഹീലായവർ, അതായത് ഒരു മിഡിൽ സ്റ്റേജിലൊക്കെ വരെ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയി ഹീലായിട്ട് കുറച്ചൊക്കെ ബാലൻസ് ആയിട്ടുള്ള ഫെമിനൈൻ എനർജിയാണ് പറയാൻ പോകുന്നത്. ഇവർക്ക് 96 നമ്പർ, 222, 2222 നമ്പർ, 144 നമ്പർ, 111 ഏഞ്ചൽ നമ്പർ, ഇതൊക്കെയും കാണാൻ പറ്റുന്നുണ്ടായിരിക്കണം. ഇതല്ലാതെ 212, 313, 414, 515 ഈ സീരീസിലുള്ള നമ്പേഴ്സ് ഇവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കണം. ഇവർ ഫെബ്രുവരി മാസം തുടങ്ങുന്നതിന് മുമ്പ് വരെ കുറച്ചൊക്കെ ബാലൻസ്ഡ് ആയിരുന്നു. ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയും ഇന്നർ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്നിങ്ങോട്ട് എനർജീസിൻ ഒരു ഹെവി ആയതുകൊണ്ട്, അവർക്ക് കാർമിക്സിൽ നിന്നും ഹെവി ട്രിഗേഴ്സ് കിട്ടുന്നത് കൊണ്ട് അതുവരെ അവർ റിലീസ് ചെയ്യാൻ മടിച്ചിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസൊക്കെയും അവരുടെ സർഫേസിൽ വരികയും അതിനെ ഭയങ്കരമായിട്ട് അവർക്ക് ഹെവി ആയിട്ട് ഫീൽ ആവുകയും ചെയ്യുന്നു. അവരുടെ ഉള്ളിലുള്ള എല്ലാ ഫിയറുകളും അവരുടെ സർഫേസിൽ വരികയാണ്. പെട്ടെന്ന് ഇംബാലൻസ് ആയതുപോലെയും ഈ ജേർണിയെക്കുറിച്ചൊരു ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, കാരണം എത്ര ചെയ്തിട്ടും എവിടെയും എത്തുന്നില്ല, പിന്നെയും ഒരു പദ്മവ്യൂഹത്തിൽ തന്നെയാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോവുകയാണ് ഇവർ. അപ്പോൾ ഇവിടെയും നമ്മളുടെ മൈൻഡിൻ്റെ കേൾക്കാതെ ഇന്നർ വർക്കുകൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇവർക്ക് ഭയങ്കരമായിട്ട് ഹെഡേക്ക് റിലേറ്റഡ് ഇഷ്യൂസ് കാണാം. ഇന്നർ വർക്ക് കണ്ടിന്യൂ ആക്കുക എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ കൂടുതലായിട്ട് അഫർമേഷൻസ് ഉപയോഗിക്കുക, ബ്രീത്തിങ് എക്സസൈസുകൾ കൂടുതലായിട്ട് ചെയ്താൽ എനർജീനെ ബാലൻസ് ചെയ്യാൻ ഇവർക്ക് പറ്റും. അതിൻ്റെ കൂടെ ഗ്രൗണ്ടിങ് ചെയ്യുക എന്നുള്ളതാണ്
ആ ഒരു എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. ഇവരുടെ DMs മസ്കുലൈൻ എനർജീസ് ഈ ഒരു ഇൻറ്റൻസ് കണക്ഷനെ ഫീലാവുകയും ആ ഫീലിങ്ങിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് പലതരത്തിലുള്ള അഡിക്ഷൻസിനെയും ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഓൾമോസ്റ്റ് ഹീലായി ഒരു റിയൂണിയൻ സ്റ്റേജ്, ഒരു പെർമനൻറ്റ് യൂണിയൻ സ്റ്റേജിലൊക്കെ വന്നിരിക്കുന്ന DF, അവരുടെ എനർജി പറയാം. ഇത്ര നാളും ബാലൻസ് ആയിട്ടുള്ള ഇവർ അവരുടെ മസ്കുലൈൻ എനർജി പിക്ക് ചെയ്തിട്ട് ഇംബാലൻസ് ആവുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ അതുവരെയും ക്ലെൻസായി എന്ന് വിചാരിച്ചിരിക്കുന്ന കാർമിക് അക്കൗണ്ട്സ് പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാർമിക് ലെസൺസ് പഠിക്കാനായിട്ട് പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു വന്നു ആ ഒരു ലെസൺ പഠിപ്പിക്കുന്ന ഒരു സമയമാണ്. യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇവർക്കൊരു ഡീപ്പ് ക്ലെൻസിങ് ഇവരിൽ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സിവിയറായിട്ട് ഒരു ബോഡി പെയിൻ അനുഭവപ്പെടാം. സേക്രൽ ചക്ര ക്ലെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ. അതുപോലെ തന്നെ ത്രോട്ട് ചക്ര റിലേറ്റഡ് ഇഷ്യൂസും ഉണ്ടായിരിക്കാം. ഇത്ര സ്റ്റേബിളായിട്ട് ബാലൻസ് ആയി നിന്നിട്ട് കഴിഞ്ഞ 10 ദിവസമായിട്ട് എന്തുകൊണ്ടാണ് ഡൗൺ ആയത് എന്നുള്ള ഒരു ഫിയർ, അല്ലെങ്കിൽ ആ ഒരു എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെയും. സോ അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. യൂണിവേഴ്സായിട്ട് ആ ഒരു ക്ലെൻസിങ് നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇംബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ലെറ്റ് ഗോ ചെയ്യുക. നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജി നമ്മൾ പിക്ക് ചെയ്താലും അതിനെയും ലെറ്റ് ഗോ ചെയ്ത് സെൽഫ് ഹീലിങ്ങിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. പിന്നെയും കൂടുതലായിട്ട് ഡീപ്പ് ഇൻസൈഡ് പോയിട്ട്, അതായത് നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് അവിടെ ഇനി എന്തെങ്കിലും ഹീൽ ആവാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ റൂട്ട് കോസിൽ നിന്നും ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇവരുടെ കൗണ്ടർ പാർട്സ്, അതായത് റിയൂണിയന് മുമ്പ് അവിടെ വരെ ഹീലായിട്ടുള്ള കൗണ്ടർ പാർട്സിൻ്റെ എനർജി, അവർ ഒരു സോൾ ഷോക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് പോകുന്നത്. ഈ കണക്ഷനെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ എവിടെയൊക്കെയോ മൈൻഡും കൊണ്ട് ആലോചിച്ച് 3D പ്രോസ്പെക്റ്റീവിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അതിനെ എങ്ങനെ ഒരു സൊല്യൂഷന് വരാൻ പറ്റുമെന്നും ആലോചിക്കുകയും പിന്നെയും ഇതിനൊക്കെയും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വേണ്ട എനർജി അവരില്ല എന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സോ ഈ എനർജീസിനെ കുറിച്ച് പേടിക്കേണ്ടതില്ല. ഇതിനും കുറച്ച് ദിവസങ്ങളിലൂടെ ഇതേ ഹെവി എനർജി ആയിരിക്കാം. കൂടുതലായിട്ട് വെള്ളം കുടിക്കുക. സോൾ പർപ്പസിലൊക്കെ എത്തി നിൽക്കുന്ന DFs ആണെങ്കിൽ അവരുടെ സോൾ പർപ്പസ് കണ്ടിന്യൂ ചെയ്യുക. അതാത് ദിവസത്തെ ചെറിയ ചെറിയ ഷെഡ്യൂളുകൾ റെഡിയാക്കിയിട്ട് അവരുടെ ഒരു ഡേ ബിസിയാക്കി വെക്കുക. ഇടയ്ക്കൊക്കെയും അവരുടെ ഓറ ക്ലെൻസിങ്, എനർജി ക്ലെൻസിങ് ചെയ്യുക. ഇതുവരെ തൻ്റെ കൗണ്ടർ പാർട്ടുമായിട്ട് എങ്ങനെയാണോ ഡിറ്റാച്ച് ആയിരുന്നത് സെയിം വേയിൽ തന്നെ ഡിറ്റാച്ച് ആയിരിക്കാൻ ശ്രമിക്കുക. കാർമിക് ട്രിഗേഴ്സ് വന്നാലും അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ അതിലുള്ള ലെസനെ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ട് ആ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.